ഈ 3 മിടുക്കികളെ പറ്റിയിട്ട് ഒരു പരാതി ശ്രീ കൃഷ്ണകുമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 69 ലക്ഷത്തോളം രൂപയുടെ മിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തെഫ്റ്റ് തന്നെയാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് ഈ 3 പെൺകുട്ടികൾ ചെന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞത്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ 3 കുട്ടികളെ ഫ്രീ ആയിട്ട് പറക്കാൻ അനുവദിക്കരുതായിരുന്നു. അവരെ കോടതിയിൽ പറയാൻ വിട്ടു, അവരെ മീഡിയയിൽ പറയാൻ വിട്ടു, അവരെ 2 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് വിട്ടു. ഇപ്പോൾ ആ പെൺകുട്ടികൾ ഒളിവില്ല. ഇപ്പോൾ ഏമാൻ ആ പെൺകുട്ടികളെ അന്വേഷിച്ച് നടപ്പായിരിക്കും. നടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ ഒരു വസന്തകാലമാണ്. വിഖ്യാത നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഭാര്യയും സുന്ദരിമാരായ പെൺമക്കളും ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അവരെല്ലാം തൽക്കാലം പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. വാദിസ്ഥാനത്ത് 3 പെൺകുട്ടികളാണ്. ദിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഓഫീസിലെ സ്റ്റാഫാണ് ഈ 3 പെൺകുട്ടികൾ. നമ്മൾ മുമ്പ് കളിയാക്കി പറയുമായിരുന്നു, ഹിസ്റ്ററിക്ക് 3rd ക്ലാസ് കിട്ടിയ ഏതോ ഒരാൾ ഡിഗ്രി എടുത്തിട്ട് ഈ കുട്ടികൾക്ക് ഉപദേശം കൊടുത്തൊക്കെയാണ് എങ്ങനെ മീഡിയയെ കവർ ചെയ്യണം, എങ്ങനെ കൗണ്ടർ കേസ് കൊടുക്കണം. ഈ കുട്ടികൾ പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ അതിനൊരു ലോജിക്ക് വേണ്ടേ? ആ ലോജിക്ക് ഇല്ലാത്ത കള്ളമാണ് പറയുന്നത്. ഇവരെ ആ കുട്ടിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ദിയയുടെ അക്കൗണ്ടിൽ പോകാതെ ഈ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് വന്നു. നമ്മൾ ടാക്സിന്റെ കാര്യം, ഈ ടാക്സിന്റെ ബേസിക് അറിയാമെന്നുള്ളവർക്കറിയാം. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു ടാക്സ് ഉണ്ട്, വിൽക്കുമ്പോൾ ഒരു ടാക്സ് ഉണ്ട്. വാങ്ങിക്കുമ്പോഴുള്ള ടാക്സിൽ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും ഒക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദിയ കൃഷ്ണൻ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ബില്ലോട് കൂടിയാണ് വാങ്ങിക്കുന്നത്. അത് അപ്പോഴത്തേക്ക് GST അടച്ച ആ സാധനങ്ങൾ വാങ്ങിക്കും. തിരിച്ച് ഈ സാധനം വിൽക്കുമ്പോഴത്തേക്ക് GST ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടും. GST ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വസ്തുതയും കാണാനില്ല. കാര്യം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ അക്കൗണ്ടിലോട്ട് പൈസ പോയി കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കത്തില്ല. കാര്യം ഇവരുടെ അക്കൗണ്ടിൽ പോകുന്ന 69 ലക്ഷം രൂപയ്ക്ക് അവർ ശരാശരി 23 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ അവരതിന് ഇൻകം ടാക്സ് അടയ്ക്കണം. GST അടച്ചതുകൊണ്ട് എക്സംഷൻ കിട്ടേണ്ടതിന് പകരം ഇവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് അഡീഷണൽ വരുമ്പോഴത്തേക്ക് അതല്ലേ കൂടുതൽ. അതിനേക്കാളും എളുപ്പം GST ക്രെഡിറ്റ് നമ്മൾ വാങ്ങിക്കുന്നതല്ലായിരുന്നു നല്ലത്. അപ്പം ഈ ടാക്സ് വെട്ടിക്കാനായിട്ടാണ് ഈ പൈസ മാറ്റിയെന്ന് പറയുന്നതിനകത്ത് പൂർണ്ണമായിട്ടും സത്യമൊന്നുമില്ല.